ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഒരു പൊറോട്ടയും അതുപോലെ ചണ മസാലയുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇത് വളരെ ടേസ്റ്റിയാണ്, പിന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഈ പൊറോട്ട എന്നാണ്, ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള പൊറോട്ടയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ കുറച്ച് ആട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വെള്ളമെല്ലാം കൂട്ടി കൊടുക്കണം. ഇളം ചൂടുവെള്ളത്തിലാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് 2 സ്പൂൺ എണ്ണയും ഒഴിച്ച് നല്ല ഇളം ചൂടുവെള്ളത്തിൽ, തിളച്ച വെള്ളമല്ല, ഇളം ചൂടുവെള്ളത്തിൽ ഞാൻ കുഴച്ചെടുത്തതാണിത്. അപ്പോൾ നല്ല മയം ഉണ്ടാവും, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഇളം ചൂടുവെള്ളത്തിൽ പിന്നെ എണ്ണയും ഒരു ശകലം എണ്ണയും കൂടി ഒഴിച്ചത്. അപ്പോൾ ഞാനിവിടെ ചെറിയ ഉരുളകളാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണ ഉള്ളിലൊക്കെ ആക്കിയിട്ട് ചൂടാട്ടോ. പക്ഷേ ഞാനിവിടെ ഉള്ളിൽ എണ്ണയാക്കുന്നില്ല. ഇത് പരത്തിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ആക്കിയതിന് ശേഷം നമുക്ക് മടക്കി കൊടുത്താൽ മതി. പൊറോട്ട നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് ഒന്ന് അങ്ങനെ സൈഡിലേക്ക് മടക്കുക. അപ്പോൾ ആ സൈഡിലേക്ക് മടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ എണ്ണയൊക്കെ കൊടുക്കാം. ഇനി മടക്കുമ്പോഴും ഇവിടെയും നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ ആക്കാം. അപ്പോൾ പക്ഷേ ഞാനിതിലാക്കിയില്ല, കാരണം അധികം എണ്ണ വേണ്ടാന്ന് കരുതിയിട്ട് ഞാൻ ചുട്ടെടുക്കുമ്പോൾ നെയ്യിൽ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ആക്കി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് എണ്ണ കൂട്ടുമ്പോൾ, പക്ഷേ ഹെൽത്തി അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ കൂട്ടിയിട്ടില്ല. അപ്പോൾ ഇതുപോലെയാണ് പൊറോട്ട പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ അതാണിപ്പോൾ കാണിച്ചത് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ചുടുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു തവ വെച്ചിട്ടുണ്ട്. തവ നന്നായി ചൂടാക്കണം. ചൂടാക്കിയതിന് ശേഷം നമ്മൾ കരിയാൻ സമ്മതിക്കരുത്, തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. ഇത് നല്ല പോലെ അങ്ങ് പൊള്ളച്ച് വരും കേട്ടോ. അതാണ് ഇത് ഈ ചൂടുവെള്ളവും എണ്ണയൊക്കെ കൂട്ടിയതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അതാണ്. നല്ല സോഫ്റ്റായിട്ടിരിക്കും. നെയ്യ് നല്ല പോലെ ഒഴിച്ച് വേണം ചൂടാൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേകമായിട്ട് ഒന്നും ആവശ്യമില്ല. പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഞാനിവിടെ വീട്ടിൽ തന്നെ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അച്ചാറും അതുപോലെ ഇതേപോലെ എന്തെങ്കിലും കടലയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി. അല്ലെങ്കിൽ നമുക്കൊരു ഗ്ലാസ് ചായ, പാലൊഴിച്ച ചായയും, അല്ലെങ്കിൽ നമുക്ക് പുളിക്കാത്ത തൈര്. നമ്മളിപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ ഒഴിച്ച് വെക്കുന്ന തൈര് നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊരു പുളിപ്പുണ്ടാവും. അങ്ങനെ ജസ്റ്റ് തൈരായിട്ടേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ രീതിയിലുള്ള അധികം പുളിക്കാത്ത തൈരൊക്കെ ആണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനെ ഈ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കുക കേട്ടോ. ഇവിടെ എൻ്റെ മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ടിഫിനിൽ കൊണ്ടുപോകാനും ഒക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് തന്നെയാണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ലഞ്ചിന് വേണമെങ്കിലും നമുക്കിത് നല്ല ഹെൽത്തി ആയതുകൊണ്ട് നമുക്കിത് മക്കൾക്കൊക്കെ കൊടുത്തയക്കാം. അപ്പോൾ നമ്മൾ ഈ പൊറോട്ട ചുട്ടതിന് ശേഷം നമ്മൾ ഇത് ഒരു ഹോട്ട് കേസിൽ ചൂടോടുകൂടി തന്നെ ഇത് ഹോട്ട് കേസിൽ വെച്ച് അടച്ചു വെക്കണം. അപ്പോൾ അത് കുറേ സമയം നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും.
അപ്പോൾ ഇനി നമുക്ക് ചണ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഇത് തലേ ദിവസം തന്നെ ഞാൻ കുതിർത്ത് വെച്ചിരുന്ന കടലയാണ്. കറുത്ത കടല കേട്ടോ. ചണ എന്ന് പറയും ഹിന്ദിയിലൊക്കെ. സൂക്ക ചണ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ അതൊരു നല്ലപോലെ കഴുകിയതിന് ശേഷം കുക്കറിലിട്ടിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് നമ്മൾ ഈ കടലയ്ക്ക് ഇട്ടാലേ ഈ കടല വേവിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഉപ്പിടും. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കണമെങ്കിൽ ഈ സമയത്ത് തന്നെ ഇടണം. എന്നിട്ട് നല്ല പോലെ നമ്മൾ വേവിച്ചെടുക്കുക. നല്ല പോലെ വിസിലടുപ്പിച്ച് നല്ല മയം വരണം. അപ്പോൾ കടല വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്കുള്ള മസാലയൊക്കെ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചു. അതിലേക്ക് ആദ്യം എണ്ണ ഒഴിച്ച് ജീരകം പൊട്ടിച്ചെടുത്തു. അതിനുശേഷം ഞാൻ സവാള ഇതുപോലെ അരിഞ്ഞെടുത്തത് ചേർത്തു. പിന്നെ ഇനി നിങ്ങൾക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂൺ ചേർത്തു കേട്ടോ. അപ്പോൾ അതും കൂടി നല്ല പോലെ ചൂടാക്കുക. ജീരകം പൊട്ടിച്ചെടുത്തിട്ട് ഉള്ളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചൂടാക്കിയതിന് ശേഷം ആവശ്യമുള്ള മസാലക്കൂട്ടുകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കടല വേവിച്ചെടുത്തത് നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ വേവണം. ഇത് നല്ല മയത്തിൽ വേവണം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ല കയ്യിൽ നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോൾ പൊട്ടുന്നുണ്ട്, ഉടയുന്നുണ്ട് കേട്ടോ അത്. അപ്പോൾ അതുപോലെ മസാലകൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തത് ആവശ്യത്തിനുള്ള മുളക് പൊടിയും 1 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ നല്ല വലിയൊരു സ്പൂണിന് ചിക്കൻ മസാല, ഗരം മസാല ഇതൊക്കെ കുറച്ച് കൂടുതൽ വേണം. മല്ലിപ്പൊടിയും അതുപോലെ ആവശ്യത്തിന്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതലിടുക, അല്ലെങ്കിൽ കുറച്ചിടുക. പിന്നെ കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ല പോലെ മസാലകളെല്ലാം ചൂടാക്കിയതിന് ശേഷം നല്ല പോലെ ചൂടാവണം മസാല. എന്നിട്ട് നമ്മൾ ഈ ചണ വേവിച്ച് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലുള്ള വെള്ളമൊക്കെ കുറച്ച് ഗ്രേവി ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നല്ല പോലെ വറ്റിച്ചതിന് ശേഷം അങ്ങനെയും ഉപയോഗിക്കാം. അപ്പോൾ ഉപ്പ് ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പെല്ലാം ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ. ഞാനിവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക കേട്ടോ. മസാല എല്ലാം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ, കടലയാവുമ്പോൾ നല്ല ടേസ്റ്റാണ്, മസാല ഉണ്ടാവുമ്പോഴാവും ടേസ്റ്റ്. അപ്പോൾ മസാലയൊക്കെ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കണം. ഗരം മസാലയും ചിക്കൻ മസാലയൊക്കെ ഞാനിവിടെ വലിയ 1 സ്പൂണ് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തത്. മുളക് പൊടി പിന്നെ ചെറിയ 1/2 ടീസ്പൂണ് ഒക്കെ ഇട്ടിട്ടുള്ളൂ, എൻ്റെ മുളക് പൊടിക്ക് എരിവുണ്ടായതുകൊണ്ട്. അപ്പോൾ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി. ഇനി നല്ല ചൂടോടുകൂടി ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഭർത്താവിനും മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. ഇതിൻ്റെ കൂടെ ഇതുപോലെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ വളരെ വിശേഷമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.